ഹായ്, എല്ലാവർക്കും കൃഷിമിത്ര മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണപ്പെടുന്ന മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്, ബത്താസ്, ചീനിക്കിഴങ്ങ് ഇങ്ങനെ പല പേരുകളിലാണ് അതറിയപ്പെടുന്നത്. പല നിറങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. പേരുകൾ എങ്ങനെയാണെങ്കിലും ഇത് ആള് ബഹുകേമനാണ്. എവിടെ കിട്ടിയാലും തട്ടിക്കോ. അത്രയും ഗുണങ്ങളാണ് മധുരക്കിഴങ്ങിന് ഉള്ളത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, പൊട്ടാസ്യം, മഗ്നീഷ്യം, ബീറ്റാ കരോട്ടിൻ, ഫൈബർ, നാരുകൾ ഇങ്ങനെ ധാരാളം മിനറൽസുകൾ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. വൈറ്റമിൻ സി നമ്മുടെ മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന്, നമ്മുടെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ്. വൈറ്റമിൻ B6 ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ബീറ്റാ കരോട്ടിൻ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന്, നമുക്ക് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും സഹായിക്കും മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന്, പ്രമേഹ നിയന്ത്രണത്തിന് ഏറ്റവും പ്രധാനമായിട്ടതാണ്. പ്രമേഹ നിയന്ത്രണത്തിന് ഏറ്റവും ഉത്തമമാണ് മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും മധുരക്കിഴങ്ങ് ഉണ്ടാക്കണം, മധുരക്കിഴങ്ങ് കഴിക്കാൻ ശ്രമിക്കണം. ആഴ്ചയിൽ 4 ദിവസം ഒരു നേരമെങ്കിലും മധുരക്കിഴങ്ങ് കഴിക്കാൻ ശ്രമിക്കുക. അത്രയും ഗുണങ്ങളാണ് മധുരക്കിഴങ്ങിന് ഉള്ളത്. അത് മധുരക്കിഴങ്ങിന് ഇത്രയും എനിക്ക് പറയാതെ വയ്യ, അത്രയും നല്ല ഗുണങ്ങളാണ് മധുരക്കിഴങ്ങിനുള്ളത്. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന രീതി നമുക്കൊന്ന് കാണാം. നമ്മുടെ വീടുകളിൽ തന്നെ ധാരാളമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയൊരു പരിചരണത്തിലൂടെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. ഈ വർഷത്തെ ജൈവ കർഷക അവാർഡ് നേടിയ ഒരു കർഷകന്റെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന പാടത്തേക്ക് നമുക്കൊന്ന് പോകാം. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഒരു പാടത്താണ്. ഇത് കണ്ടോ, ചക്കരക്കിഴങ്ങ് ഇവിടെ വിത്ത് പാകുകയാണ് കേട്ടോ. ചേച്ചി ഇവിടെ നോക്കാം, ഇതെങ്ങനെയാണ് ഇത് ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന രീതി? 2 തടം എടുത്തിട്ട് വളമിട്ടതിന് ശേഷം 2 സൈഡായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലേ? 2 സൈഡായിട്ട്. അപ്പോൾ ഇവിടെ 1 ഏക്കർ അല്ല, 1 ഏക്കറിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് കേട്ടോ. നമ്മളിവിടെ കർഷകനുണ്ട്. കർഷകനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന്. ഹായ്, നിങ്ങളുടെ പേരെന്നാ? പേര് പറഞ്ഞേ. അനിൽകുമാർ. എത്ര വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട്? 5 വർഷത്തിലധികമായി കൃഷി ചെയ്യുന്നു. കൃഷി അല്ലേ? എന്തൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? പച്ചക്കറിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൈപ്പക്ക, വെണ്ട, ചീര, വഴുതന അങ്ങനെയുള്ള ഐറ്റംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു 8 മാസമായിട്ട് കപ്പ, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള കൂവ അല്ലേ? ഇപ്പൊ മധുരക്കിഴങ്ങാണല്ലേ ഇവിടെ? മധുരക്കിഴങ്ങ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടല്ലേ? നല്ലുണ്ട് കാണാൻ വേണ്ടിട്ട്. വള്ളിയെല്ലാം മൈസൂർന്ന് വരെ. ഇതിന്റെ വിത്ത് എവിടെ നിന്ന് എത്തിച്ചേ? മൈസൂർന്ന് എത്തിച്ചല്ല. നല്ല ഇനം വിത്താണോ? നമുക്ക് അവിടെ കൃഷിയുണ്ട്. അവിടെ ഇങ്ങോട്ട് വിത്താണല്ലേ? നന്നായിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓക്കെ, നമ്മൾ SPCന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ നാളെ എത്രയായി? 3 കൊല്ലത്തോളായി വാങ്ങലുണ്ടല്ലേ? അപ്പം അത് ഇട്ടിട്ടാണോ നിങ്ങൾ ഈ കൃഷി ഒരുക്കിയിരിക്കുന്നത്? ഞാനിപ്പോൾ pH പരിശോധിച്ച സമയത്ത് 4.5 ഞാൻ കണ്ടത്. ഓക്കെ, ഇനി ഇതിട്ടിട്ട് നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് പിന്നെ എത്ര നാൾ കൊണ്ടാണ് ഇത് വിളവെടുക്കുക? വിളവ് 4 മാസം 4.5 മാസം നമ്മൾ എടുക്കും. 4 മാസം കണക്ക് 4 മാസം കൊണ്ടെടുക്കും അല്ലേ? കൃഷി തന്നെയാണോ നിങ്ങളുടെ തൊഴിൽ? ഞാൻ ബിൽഡിംഗ് കോൺട്രാക്ട് ആണ്, സൈഡായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചേച്ചി ഇങ്ങോട്ടൊക്കെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. എന്താ പടം മുഴുവൻ? അതെ, ഓർമ്മിക്കോ? അതെ അല്ലേ? അതെ, കർഷകരാണ് നമ്മൾ പറയുന്ന പ്രഥമ പ്രജ എന്ന് പറയുന്നത്. എല്ലാവരും ബഹുമാനിക്കും, പക്ഷെ അവരെ ബഹുമാനിക്കൂല ആരും. പക്ഷെ അവരെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ചെടിയിൽ കൈകുത്തിയാലേ നമ്മൾ ചോറിൽ കൈകുത്തുള്ളൂ. അതെ. പക്ഷെ നല്ല വെയിലായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം നനച്ച് തടമെടുത്ത് അതോടൊപ്പം തന്നെ
വിത്ത് പാകിയാണ്. അതിനൊക്കെ നമുക്കിനി 4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം. അപ്പോൾ കൃഷി ചെയ്യുന്ന രീതി കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. നമുക്ക് അടുത്ത വിളവെടുപ്പിന് അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. താങ്ക് യു.